ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ഫീലിംഗ്സ് ആണ് നോക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഫസ്റ്റ് ചെക്ക് ചെയ്യാം. എന്താണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ എനർജി? നിങ്ങൾ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അവർ ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇത്രയും നാൾ അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ആയിരിക്കാം ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിന് ചുറ്റും ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കാം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ നിലവിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കൊരു പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ഇങ്ങനെ പോയാൽ പോരാ, ഒരു പുതിയ ലൈഫാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറല്ല. ആ വ്യക്തി പാസ്റ്റിനെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ആ വ്യക്തി ഒരു റിലാക്സേഷൻ ഫേസിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം തരുന്നുണ്ടാവില്ല ഈ ഒരു സമയം. നിങ്ങളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അതെല്ലാം ഈ ഒരു വ്യക്തി എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ആ വ്യക്തിക്ക് കുറച്ച് സമയം ആവശ്യമാണ് ആ വ്യക്തിയെ തന്നെ റെജുനേറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയുടെ ലൈഫിൽ ഒരു പുതിയ ന്യൂ ബിഗിനിങ് വേണം. ആ വ്യക്തിക്ക് ഒരു പുതിയ ഒരാളായി മാറണം. അതിനു വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം, നമുക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് നോക്കാം. നിങ്ങളുടെ പേഴ്സണെ പറ്റി പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ വ്യക്തി. പക്ഷെ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെപ്പറ്റി ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങൾ കൂടെ ഇല്ലല്ലോ എന്നുള്ളതിൻ്റെ ഒരു വിഷമമാണ് അവർക്കുള്ളത്. അത് കാരണം അവർ ഒരുപാട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അവർക്ക് ചെയ്ത തെറ്റുകളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധമുണ്ട്. അവരതെല്ലാം ഈ ഒരു സമയം റിഗ്രറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ വേറൊരു റിലേഷനിലേക്ക് പോയത് വരെ നിങ്ങളോട് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളെ ഒരുപാട് ഉപദ്രവിച്ച സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം വേറൊരാൾക്ക് വേണ്ടിയിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളോട് ഒരുപാട് ആർഗ്യുമെന്റ്സ് ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പോൾ അതേ വ്യക്തി തന്നെ നിങ്ങളുമായി ഒരു പുതിയ തുടക്കത്തിനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അവസാനിച്ച ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തുടങ്ങുന്നതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് അവരുടെ കറന്റ് എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം. നിങ്ങളെ ഈ ഒരു വ്യക്തി ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, ഈ ഒരാൾ ഈ ഒരു കോയിനിലേക്ക് തന്നെ അവരെ തന്നെ നോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തൻ്റെ കയ്യിലിരിക്കുന്ന ആളിനെ പറ്റിയിട്ട് അവർ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അതായത് തനിക്കിപ്പോൾ ഉള്ള ഒരു വ്യക്തിയിലേക്ക് തന്നെ ആ വ്യക്തി ഒതുങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ ആ ഒരു വ്യക്തി. നിങ്ങൾ അവർക്ക് ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ഒരുപക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കാം ആ ഒരു പേഴ്സന്റെ കൂടെ ജീവിച്ചത്. നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആയിരിക്കാം ഈ വ്യക്തിയുടെ കൂടെ നിന്നിട്ടുള്ളത്. അതെല്ലാം ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കണക്ഷൻ, ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധമാണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നു. നിങ്ങൾ അവരുടെ സോൾമേറ്റ് തന്നെയാണെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ജന്മത്തിലല്ല മുൻ ജന്മത്തിലും ഒന്നിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങളുമായിട്ട് ഒരു റീയൂണിയനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. വീണ്ടും നിങ്ങളോട് അവർ വന്ന് പ്രപ്പോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിയുടെ വലിയൊരു സൈക്കിളാണ് എൻ്റെ ആയിട്ടുള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു കർമ്മയിലൂടെ ആയിരിക്കാം ഇത്രയും നാൾ കടന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ ഒരു വ്യക്തിയിലേക്ക് പോയത് തന്നെ അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു കർമ്മയുടെ ഫലമായിരിക്കാം. അല്ലെ ആ ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് ഒരു തേർഡ് പേഴ്സണിൽ നിന്ന് ലഭിക്കേണ്ട ഒരു കർമ്മയായിരിക്കാം അവർ ഇതുവരെ ഫേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്കിൾ ഈ ഒരു സമയത്ത് തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ അവരുടെ പാസ്റ്റിലെ മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലെസൺസ് ഈ ഒരു പേഴ്സൺ ലേൺ ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ലൈഫിന് ഒരു ബാലൻസ് ഇനിയെങ്കിലും കൊണ്ടുവരണം എന്നെല്ലാം ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മുന്നോട്ടുള്ള ജീവിതത്തിൽ ക്ഷമ ആവശ്യമാണ് എന്ന് ഈ ഒരു വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ബേർഡ്സ് ഒക്കെ ബഹളം വയ്ക്കുന്നുണ്ട്. അതായത് ഒരു പോസിറ്റീവ് സൈൻ തന്നെയാണ്. നിങ്ങളുടെ ഇത് റീഡ് ചെയ്യുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച്. അത് തന്നെയാണ് നമുക്കിപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ വന്നത്. ഇവിടെ ബേർഡ്സ് എല്ലാം വളരെ ആക്റ്റീവാണ്. ഇവിടെ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ചിലപ്പോൾ ഈ വ്യക്തി ഈ ഒരു സമയം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ പറഞ്ഞ ഈ റീഡിങ്ങിൽ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്നോട് ആ ഫീലിങ്സ് ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ലല്ലോ, പിന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും അല്ലെ വിശ്വസിക്കും എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി നിങ്ങളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അവർ ചിലപ്പോൾ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്ന സിറ്റുവേഷനും കാണുമായിരിക്കും. അതൊക്കെ ആ വ്യക്തിയിലേക്ക് നിങ്ങളെ അടുപ്പിക്കാതിരിക്കാനായിട്ട് ഈ ഒരു വ്യക്തി ചെയ്യുന്നതാണ്. കാരണം അവരുടെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെ ആയിരിക്കാം, അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ മുമ്പിൽ ഒരുപാട് ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. ഈ മൗണ്ടൻസ് എല്ലാം കാണിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയാണ് അതെല്ലാം കാണിക്കുന്നത്. അതെല്ലാം താണ്ടി വേണം നിങ്ങളുടെ അരികിലേക്ക് വരാൻ. അപ്പോൾ അവർക്ക് കുറച്ച് സമയം ആവശ്യമാണ്. ഇപ്പോൾ ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ആ ഒരു സമയം അനുകൂലമായിട്ട് വരാൻ. എന്തായാലും ഈ ഒരു റീഡിംഗ് എടുത്തപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബേർഡ്സ് വന്നു, അവർ വളരെ ആക്റ്റീവായിട്ട് ഇരുന്നു. അത് തന്നെയല്ല ഒരുപാട് ബഹളം വെക്കുന്നു. അതെല്ലാം ഒരു പോസിറ്റീവ് സയൻസ് ആണ്. നമുക്കിത് റീഡ് ചെയ്യുന്ന സമയത്തെ അങ്ങനത്തെ ഒരു സയൻസ് എല്ലാം വരുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സയൻസ്. ഈ വ്യക്തിക്ക് എത്രയും നാളും മുന്നോട്ട് പോകാനായിട്ടൊരു കൺഫ്യൂഷനും പേടിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് അങ്ങനെ ആയിരിക്കാം, അല്ലെ പാസ്റ്റിൽ അവർക്ക് സംഭവിച്ച ട്രോമയായിരിക്കാം അവർക്ക് മുന്നോട്ട് പോകാനായിട്ടുള്ള പേടിയും ഭയങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവരങ്ങനെയല്ല. അവർ ലൈഫിനെ കുറിച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു ഡിസിപ്ലിൻ വേണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ഇപ്പോൾ കുറച്ച് സീരിയസ് ആയിരിക്കുകയാണ്. ഇനി എന്ത് സിറ്റുവേഷൻ വന്നാലും ഞാൻ അതിനെ നേരിടും, എനിക്കിനി ഒന്നും നോക്കാനില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത്രയും നാൾ അവർക്കൊരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അവരുടെ ലൈഫിൽ. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണുന്നു. അതായത് നിങ്ങളുടെ വ്യക്തി, അതായത് അവർ പറയുന്നതാണ് ശരി. അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവരുടെ എനർജിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അവർ ഇരിക്കുന്ന എനർജിയിൽ ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയിലാണ് ഇരിക്കുന്നത്. അതായത്
അവർ വളരെയധികം കുറച്ച് ഈഗോയിസ്റ്റിക്, അതായത് കുറച്ച് ദേഷ്യത്തിലിരിക്കുന്ന ഒരു രീതിയാണ് കാണാൻ സാധിക്കുന്നത്. അവർ തന്നെ വിചാരിക്കുന്നത് അവരുടെ ലൈഫിൽ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തു, അപ്പോൾ തനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളോട് ഇപ്പോൾ ആ വ്യക്തി പറയുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പറയുമായിരിക്കാം, അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതുകൊണ്ട് എനിക്കുള്ള അത്രയും എക്സ്പീരിയൻസ് നിനക്ക് ലൈഫിൽ കാണില്ലായിരിക്കാം. അപ്പം ഞാൻ ഈ ലോകത്തെ നോക്കി കാണുന്നത് പോലെ ആയിരിക്കില്ല നീ നോക്കി കാണുന്നത്. എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരു രീതിയിലുള്ള എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. കാരണം അവർ ഓൾറെഡി എല്ലാ ലെസൺസും ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അവർ കുറച്ച് സ്ട്രോങ് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. അതായത് എനിക്ക് ഒരുപാട് ലെസൺസ് ഞാൻ ലേൺ ചെയ്തു, എനിക്ക് അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായി ലൈഫിനെ പറ്റിയിട്ട്. അപ്പം നീ പറയുന്നത് പോലെ ആയിരിക്കില്ല, അല്ല നീ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ കുറച്ച് സ്ട്രോങ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയിൽ എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ പവറുള്ള എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളെ പറ്റിയിട്ട് ആ വ്യക്തി വളരെയധികം ഓർക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അതെല്ലാം ഈ ഒരു വ്യക്തി ഈ ഒരു സമയം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്, എന്നാൽ അവർ ക്യൂൻ ഓഫ് സോർട്സിന്റെ എനർജിയിലുമാണ്. അതായത് വളരെയധികം കുറച്ച് ദേഷ്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയം, അതാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുപാട് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും, ഈ വ്യക്തിക്ക് ഇപ്പോഴും ഒരുപാട് പ്രപ്പോസൽസ് അല്ലെങ്കിൽ ഓഫേഴ്സ് വരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് ഈ ഒരു പേഴ്സണ് കാണുമായിരിക്കാം. അല്ലെങ്കിൽ ഈ പേഴ്സൺ അറിയപ്പെടുന്ന ഒരു ജോലിയുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അതായത് ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസും ആരാധകരും അതുപോലെ തന്നെ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ ഈ ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയെ റിലേഷൻഷിപ്പിലേക്ക് ക്ഷണിക്കുക, ഓഫേഴ്സ് കൊടുക്കുക എന്നുള്ള രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ഒരു പേഴ്സൺ അതെല്ലാം റിജക്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ ഓൾറെഡി ലെസൺസ് എല്ലാം ലേൺ ചെയ്ത് കഴിഞ്ഞു. ഈ ലോകം എന്താണ് തൻ്റെ ലൈഫ്, അല്ലെ ഈ ലോകം എന്താണ്, എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, ഇതെല്ലാം ഈ ഒരു പേഴ്സൺ പഠിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണ് നിലവിൽ വരുന്ന ഓഫേഴ്സ് എല്ലാം ടെമ്പററി ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ ഒരു വരുന്ന ഓഫേഴ്സ് ഒന്നും ശാശ്വതമല്ല എന്നുള്ളത് ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എല്ലാ ഓഫേഴ്സും റിജക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ജെനുവിനായിട്ടുള്ള പേഴ്സൺ എന്നും നിങ്ങളുടെ കൂടെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിച്ചതുപോലെയുള്ള ലൈഫ് കിട്ടുന്നതെന്നും ഈ ഒരു വ്യക്തി ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി എല്ലാ ഓഫേഴ്സും റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് ഈ ഒരു വ്യക്തി നല്ലതായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. കാരണം നിങ്ങളെ വിട്ട് കളയാനായിട്ട് ആ ഒരു പേഴ്സൺ റെഡിയല്ല. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ബൗണ്ടറീസിനുള്ളിൽ നിന്നായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. നിങ്ങൾ തമ്മിലൊരു ബൗണ്ടറീസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ വിട്ടുകളയാനായിട്ട് ഈ ഒരു വ്യക്തി ഒരുക്കമല്ല. പക്ഷേ എന്നാൽ അവർക്ക് വരുന്ന ഓഫേഴ്സ് എല്ലാം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളെന്നുള്ള വ്യക്തി അവരുടെ കൂടെ ഉണ്ട്. എല്ലാ കാലത്തും അവരുടെ കൂടെ നിങ്ങൾ കാണുമെന്നൊരു വിശ്വാസം ഈ ഒരു വ്യക്തിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി നിങ്ങളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വാല്യൂ ഈ വ്യക്തി നല്ലതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് കുറച്ച് ഡിപ്രഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. കാരണം മുന്നോട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അരികിലേക്ക് വരുന്നത് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതാണ് കാണുന്നത്. അത് കാരണം ആ ഒരു സ്ട്രെസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ഫാമിലി ആയിരിക്കാം ഈ ഒരു വ്യക്തിക്ക് ഓവർ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നിൽക്കുന്നത്. എന്തൊക്കെയോ അല്ലെങ്കിൽ ഇമോഷണൽ ബർഡൻസ് ആയിരിക്കാം.
അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ ഒരു വ്യക്തി അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം ചുമക്കുന്നത്. അതുമായിട്ടാണ് ഈ ഒരു വ്യക്തി മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ ഒരു കാർഡ് നോക്കിയാൽ തന്നെ കാണാം, ഈ ഒരു വ്യക്തി ഈ ഒരു ബേഡിലോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവർക്ക് എല്ലാ അബണ്ടൻസും അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും നിങ്ങളെന്നുള്ളൊരു ഈ വ്യക്തി വളരെയധികം സാഡാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. കാരണം അവരുടെ ചുറ്റിനും എല്ലാ അബണ്ടൻസ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി അവരുടെ കൂടെ ഇല്ല. അതാണ് ഈ ഒരു വ്യക്തിയുടെ സങ്കടത്തിന് പിന്നിൽ. അതുകൊണ്ട് വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. പക്ഷെ അവർക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം മിസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സ്ട്രെസ് ഉള്ളതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കുറച്ച് കാഴ്ചകൂടെ നോക്കാം നമുക്ക്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, നിങ്ങളുമായിട്ട് ഒരു സ്റ്റെബിലിറ്റി ഉള്ള ലൈഫാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് ചിലപ്പോൾ ഒരു മാരേജ് ആയിരിക്കാം, സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു മാരേജ് ആയിരിക്കാം, ഇനി നിങ്ങൾക്കൊരു മാരേജ് കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഈ ഒരു പേഴ്സൺ തരുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തി ഓൾറെഡി മാരീഡ് ആണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഈ ഒരു വ്യക്തി തരുന്നത്. അതായത് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ്. അതായത് ഈ ഒരു വ്യക്തിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, ഇനി ഈ ഒരു വ്യക്തി എവിടൊക്കെ പോയെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഇടയിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട്. ആ ഒരു സോൾ കണക്ഷൻ അങ്ങനെ അവസാനിച്ചു പോകുന്നതല്ല എന്നീ ഒരു വ്യക്തി ഒരു സമയം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ഇനി വരുന്നത്. നിങ്ങളുമായിട്ട് ഒരു പുതിയ ബിഗിനിങ്, അതായത് ഇനി ഒരു ആക്ഷൻ എടുത്ത്, ഇപ്പോൾ അവർക്ക് കുറച്ച് ഇമോഷണൽ സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം റിലീസ് ചെയ്ത് നിങ്ങളിലേക്ക് ഒരു ആക്ഷൻ എടുത്ത് ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഇനി വരാൻ പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണിത്. 4 of Swords, 4 of Wands. സോറി, കാർഡ്സ് എല്ലാം താഴെ വീണു. നമുക്ക് ഈ ഒരു കാർഡാണ് കിട്ടിയത്. ഈ ഒരു വ്യക്തി നിങ്ങളെയും പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയാണ്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണാം, ഈ ഒരു വ്യക്തി ഒരു തളിർത്ത ഒരു കൊമ്പിലാണ് പിടിച്ചേൽക്കുന്നത്. അതായത് ആ വ്യക്തിക്ക് അറിയാം നാളെ ഇത് വളർന്നൊരു മരമായിട്ട് മാറും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രതീക്ഷയിലാണ് ഈ ഒരു വ്യക്തി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ഇതൊരു സക്സസിന്റെ കാർഡാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് ഇനി ഒരു സക്സസിലേക്ക് കൊണ്ടുവരണം. അതായത് എല്ലാവരും അറിഞ്ഞ്, അതായത് ഈ ഒരു വ്യക്തിയുടെ ചുറ്റും ഒരുപാട് ആളുകൾ അവർക്ക് ആ ഒരു ലൈഫ് വിജയത്തിലെത്തിച്ചതിന് ഒരുപാട് പേര് ആശീർവദിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫ് അതുപോലെ തന്നെ ഒരു സക്സസിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്നും കൂടെ നോക്കാം. എന്താണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളത്? ഞാൻ വേറൊരു ഡെക്കാണ് എടുത്തത്, കാരണം എന്നാലേ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടും. മറ്റേ ഓൾറെഡി കാർഡ്സ് എല്ലാം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ചില കാർഡ്സ് ഒക്കെ ഇതിനകത്തിലില്ലല്ലോ, അപ്പോൾ നമുക്ക് കറക്റ്റ് റീഡിങ് കിട്ടില്ല. അതിനാണ് ഞാൻ പുതിയൊരു ഡെക്ക് എടുത്തത്. എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് പറയാനുള്ളത്, അതാണ് നോക്കുന്നത്. ഈ ഒരു സമയം എന്താണ് വ്യൂവേഴ്സിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ നിങ്ങളുടെ പേഴ്സൺ തികച്ചും ഒരു ഷെല്ലിലിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അതായത് എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു എനർജി. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഒരു കോമ്പറ്റീഷനൊന്നും ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. അതായത് എന്താ പറയണ്ടേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും, അതായത് വിട്ടുകൊടുക്കാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുമായിരിക്കും. അതായത് താൻ തോറ്റു പോകും എന്നുള്ളൊരു രീതിയിൽ ആരെങ്കിലും ഒരാൾ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് കോംപ്രമൈസിന് ഒരാൾ റെഡിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആർഗ്യുമെന്റ്സ് ഇതിന്റെ പേരിൽ ഉണ്ടാകുന്നുണ്ടായിരിക്കാം.
അല്ല ആർഗ്യുമെന്റ്സ് ഉണ്ടാകുമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇതൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഈ വ്യക്തിക്ക് ആരുമായിട്ടും ആർഗ്യുമെന്റ്സിനോ ഒന്നും ഇപ്പോൾ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അല്ല ചിലപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ആൻസർ തരുന്നുണ്ടാവില്ല. അതൊക്കെ ഈ വ്യക്തി ഒരു ആർഗ്യുമെന്റ്സ് ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് നിങ്ങളോട്. അതാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി പറയുന്നത് പോലെ ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഈ ഒരു സമയം കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് നീയുമായിട്ട് വാക്കുതർക്കത്തിനൊന്നും ഞാൻ ഈ ഒരു സമയം തയ്യാറല്ല. എനിക്കറിയാം നമ്മൾ തമ്മിൽ സംസാരിച്ചു തുടങ്ങിയാൽ ആരും വിട്ടുതരാത്തൊരവസ്ഥയാണ് ഉള്ളതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്നൊക്കെ വിട്ട് ഞാൻ ഈ ഒരു സമയം ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. ആ വ്യക്തിക്ക് ഇപ്പോൾ ആർഗ്യുമെന്റ്സിനോ ഒന്നും റെഡിയല്ല. നിങ്ങളുടെ ലൈഫിൽ ഒരാൾ തോറ്റു കൊടുക്കാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈഗോ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിക്കായിരിക്കാം ഈഗോ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയം എല്ലാം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ആ വ്യക്തി ആർഗ്യുമെന്റ്സിനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ആ വ്യക്തിക്ക് കുറച്ച് സമയം ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ആ ഒരു വ്യക്തി തയ്യാറാവുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത്. നമുക്ക് നോക്കാം, ഒരു കാർഡൂടെ നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി അവരുടെ സോളിനെ തന്നെ ഹീലാക്കുകയാണ്. കാരണം ഇനിയും നിങ്ങൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അവിടെ ഒരു ഹീലിംഗ് ഉണ്ടാവില്ല. അപ്പോൾ ഹീലിംഗ് ഉണ്ടാവണമെങ്കിൽ പോസിറ്റീവ് എനർജി അവിടെ വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത്. ആ ഒരു വ്യക്തി ഹീലായിട്ട് നിങ്ങളുമായിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് റിന്യൂ ചെയ്യാനാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നിങ്ങളും അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ സാഹചര്യം അങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി ഹീൽ ചെയ്യുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാൻ വേണ്ടി, നിങ്ങളുമായി ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ട്. ചിലപ്പോൾ ഈ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാവുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ ഈ മാനിഫെസ്റ്റേഷന്റെ പവർ കൊണ്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് വരണം എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചതും. ഇനി യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താന്ന് നോക്കാം. നമുക്ക് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം എന്തെങ്കിലും ഇമോഷണൽ സ്ട്രെസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ അനാവശ്യമായ സ്ട്രെസ് ആയിരിക്കാം നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം ഈ ഒരു സമയം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ട്. കാരണം യൂണിവേഴ്സിന്റെ സമയമാകുമ്പോൾ എല്ലാം യൂണിവേഴ്സ് അതുപോലെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരുന്നതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ്സോ അല്ലെങ്കിൽ അനാവശ്യമായി ചിന്തിച്ചു കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങളോ എല്ലാം റിലീസ് ചെയ്യുക ഈ ഒരു സമയം. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ കാണും, ഈ ഒരു വ്യക്തി ചുമക്കാൻ പറ്റുന്നതിലും കൂടുതൽ ഭാരങ്ങൾ ചുമന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇതെല്ലാം റിലീസ് ചെയ്യുക. നിങ്ങൾ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ ലൈഫിൽ മുന്നോട്ടാണ് പോകേണ്ടത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാരം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധിക ദൂരം പോകാനായിട്ട് സാധിക്കുകയില്ല. അത് മനസ്സിന്റെ സ്ട്രെസ് ആണെങ്കിലും ശരി, അല്ലാതുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, നിങ്ങൾക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. ഈ ഒരു സ്ട്രെസ് വെച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഈ ഒരു വ്യക്തി ഇത്രയും ഭാരം ചുമന്നുകൊണ്ട് എങ്ങനെ ഈ ഒരു ഇത്രയും ദൂരം താണ്ടും? അത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഒരു ഭാരം ഇവിടെ ഇറക്കി വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഇമോഷണൽ സ്ട്രെസ് ഉണ്ടെങ്കിൽ റിലീസ് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൺ ഒരു ഹീലിംഗ് എനർജിയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ ലൈഫിനെ റെജുനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ടെലിപ്പതിക്കലി കണക്ഷൻ കാണുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ നെഗറ്റീവ് അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഴ്സണും നെഗറ്റീവായി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. പോസിറ്റീവായിട്ടിരുന്നാൽ മാത്രമേ ആ പേഴ്സൺ ഒരു ഹീലിംഗ് എനർജി ഉണ്ടാവുകയുള്ളൂ.
അല്ലെങ്കിൽ ആ പേഴ്സണും നെഗറ്റീവ് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും നെഗറ്റീവാണ് ചിന്തിക്കുന്നതെങ്കിൽ ഒരിക്കലും ഇവിടെ ഒരു റീയൂണിയൻ പോസിബിൾ ആകില്ല. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക, ഡെയിലി ലൈഫിൽ മുന്നോട്ട് പോവുക. ആ പേഴ്സൺ ഡിവൈൻ ടൈം ആകുമ്പോൾ നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ്. ആ ഒരു രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സ്ട്രെസ്സോ അങ്ങനെയൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇവിടെ ഒഴിവാക്കുക. ആ പേഴ്സണും അതിനൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. നമുക്ക് ഒരു കാർഡ് കൂടെ നോക്കാം. അതുപോലെ നിങ്ങളുടെ ലൈഫിന്റെ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കാം. ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ലൈഫ് ഇനിയും ശരിയാകുമോ, ഇനി ആ ഒരു വ്യക്തി ഇനി തിരിച്ചു വരുവാണോ, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുമോ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ആയിട്ടുള്ള എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. അതെല്ലാം നിങ്ങൾ റിലീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ് പ്ലാൻ ചെയ്യേണ്ടത്, അല്ലാതെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ചിന്തിച്ചുകൊണ്ടല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ബാലൻസിൽ കൊണ്ടുവരിക നിങ്ങളുടെ ലൈഫ്. കൺഫ്യൂഷൻസ് ഒഴിവാക്കുമ്പോൾ തന്നെ നമ്മുടെ ലൈഫ് ഒരു ബാലൻസ് ആവുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമയോടുകൂടി ഇരിക്കുക. അതാണ് പറയുന്നത് യൂണിവേഴ്സ്. ഇനി ഏതായാലും വന്ന എനർജി എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരുന്നു. ഇനി ഇവിടെ വന്നിരിക്കുന്ന ക്ലൂസും കൂടി നോക്കാം. "45, 1986, ഡ്രൈവർ, സെൻസിറ്റീവ്, അബുദാബി, ലെറ്റർ എൽ, അത്തം നക്ഷത്രം, 1983, കർക്കിടകം മന്ത്, ചിത്തിര നക്ഷത്രം, അബ്രോഡ്, ബ്ലൂ കളർ, ആലപ്പുഴ, ലെറ്റർ ബി, ലെറ്റർ എ, കളർഡ് ഹെയർ, 36, 1993, നമ്പർ 6, ഭരണി നക്ഷത്രം, 24, നമ്പർ 3, ഡൽഹി, ഡിസംബർ മന്ത്, കുവൈറ്റ്, വിത്തിൻ 48 hours. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ്സിനൊന്നും ഈ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറല്ല. ആ വ്യക്തി കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ചിലപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമായിരിക്കാം. അതാണ് വിത്തിൻ 48 hours. തുലാം മന്ത്, 43, ചിങ്ങം മന്ത്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എപ്പോഴെങ്കിലും കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗൈഡൻസ് യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ വിട്ടുകൊടുക്കാത്തൊരവസ്ഥയുണ്ടെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കുക. നിങ്ങൾ തോറ്റുപോകും, അല്ലെങ്കിൽ ലൈഫിൽ തോറ്റുപോകും എന്നുള്ള ഒരു ഭയത്താൽ ഒരാൾ കോംപ്രമൈസ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കാകുകയില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. മകം നക്ഷത്രം, ലെറ്റർ എഫ്, ഈഗോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ആർക്കോ ഒരാൾക്ക് ഈഗോ ഉണ്ട്, താൻ തോറ്റുപോകും എന്ന് പറയുന്ന ഒരവസ്ഥ. അതുകൊണ്ട് ഈഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക. നമ്പർ 11, 2 weeks, വൃശ്ചികം മന്ത്, മെഡിക്കൽ ഫീൽഡ്, 1 month, റോസ് ഫ്ലവർ, നമ്പർ 19, ലെറ്റർ ആർ, 1978, പൂയം നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, 1971, നമ്പർ 50, മാർച്ച് മന്ത്, 23, വയനാട്, ഗാർഡനിങ്, 1987, 1999, 2000, 1988, ജാനുവരി 37, ക്രിക്കറ്റ്, 27, ലെറ്റർ കെ, ഇടുക്കി, ഇമോഷണൽ, 1982, 57. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലോസ്. ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. അതാണ് ബേർഡ്സ് വന്നതും അവർ ബഹളം വെച്ചതും.
കാരണം ഈ ഒരു റീഡിങ് നമ്മൾ അങ്ങനെയൊക്കെ നോക്കണം. കാരണം നമ്മളിവിടെ റീഡിങ് എടുക്കുന്ന സമയത്ത് ബട്ടർഫ്ലൈസിനെ കാണുകയോ അല്ലെന്നുണ്ടെങ്കിൽ ബേഡ്സ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള സയൻസ് എന്തെങ്കിലും കേൾക്കുകയോ കാണുകയോ ചെയ്യുവാണെങ്കിൽ ആ ഒരു റീഡിങ് വളരെ പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ ഇപ്പം ബേഡ്സ് വന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു റീഡിങ് വായിച്ചപ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് കിട്ടിയത്. ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആയിരുന്നു. അപ്പം റീഡിംഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.